വളരെ എളുപ്പത്തിലും നല്ല ടേസ്റ്റോടും കൂടി എങ്ങനെയാണ് മീൻതല വറ്റിച്ചെടുക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് നെയ്മീൻ്റെ തലയാണ്. നിങ്ങൾക്ക് ഏത് മീൻ്റെ തല എടുത്താലും കുഴപ്പമില്ല. അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു വലിയ ഉള്ളിയുടെ പകുതി, കുറച്ച് കറിവേപ്പില, തക്കാളി, പച്ചമുളക്, കുറച്ച് പുളിവെള്ളം എല്ലാം എടുത്തിട്ടുണ്ട്. ഇനി ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ ഒരു ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉലുവപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് റെഡിയായി വരുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി അരിഞ്ഞ് വെച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ ശേഷം അതിലേക്ക് വലിയ ഉള്ളി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതിനും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വന്നതിൻ്റെ ശേഷം അതിലേക്ക് മുളക് പൊടിയെല്ലാം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ എരിവില്ലാത്ത മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്നും കുറച്ചൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ഈ പൊടികളെല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കണം. എന്നിട്ട് വേണം പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളയ്ക്കാനായിട്ട് വെക്കാം. തിളച്ചതിൻ്റെ ശേഷമാണ് അതിലേക്ക് മീനെല്ലാം ഇട്ട് കൊടുക്കുന്നത്. മീൻ്റെ തല മാത്രമായിട്ട് ഇവിടെ വാങ്ങിക്കാൻ കിട്ടും. അങ്ങനെ ലുലുന്ന് അത് വാങ്ങിച്ചതാണ്. വറ്റിച്ചെടുക്കാനായിട്ട് ഞങ്ങളിവിടെ ഇടയ്ക്ക് വാങ്ങിക്കാറുള്ളതാണ്. നല്ലതാണ്. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പ് മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിൻ്റെ ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇവിടെ കറിയായിട്ടല്ല എടുക്കുന്നത്, വറ്റിച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കറിയായിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് അധികം വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ വറ്റിച്ചെടുക്കണ പരുവത്തിന് എടുക്കുന്നത് കൊണ്ട് ഇത് മുങ്ങി കിടക്കണ പരുവത്തിനാണ് ഇതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിനൊന്ന് തിളയ്ക്കാനായിട്ട് വെക്കാം. തിളച്ചതിൻ്റെ ശേഷം നന്നായിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേന് റെഡിയായി കിട്ടും. ഇപ്പോൾ കറിയെല്ലാം വറ്റി വരുന്നുണ്ട്. അതേപോലെ കഷ്ണങ്ങളെല്ലാം വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പ് നോക്കണം, അതേപോലെ പുളിയും നോക്കണം. ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കണം, പുളിയുടെ കുറവുണ്ടെങ്കിലും ഒഴിച്ചു കൊടുക്കണം പുളിവെള്ളം. അത്യാവശ്യം നല്ലൊരു പുളി വേണം കറിക്ക്, എങ്കിലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതേപോലെ തന്നെ ഈ എരിവും. ഞാനിവിടെ കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് അത്യാവശ്യം നല്ല എരിവുള്ളതാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് 2 മിനിറ്റ് വെക്കുമ്പോഴത്തേന് അത് പച്ചമുളകെല്ലാം വെന്ത് അതിൻ്റെ എരിവെല്ലാം ഈ ഗ്രേവിയിലായിക്കോളും. അപ്പോൾ കുറച്ച് പുളി ഇതിൻ്റെ മുന്നിൽ നിന്നാലേ ഈ ഒരു തലക്കറിക്കാണെങ്കിലും തല വറ്റിച്ചതാണെങ്കിലും ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ നന്നായിട്ട് ഇത് വറ്റിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇത് ചോറിലേക്കും ചപ്പാത്തിയിലേക്കും പൊറോട്ടയിലേക്കൊക്കെ മാച്ചായിട്ടുള്ളതാണ്. നിങ്ങൾക്കിത് തല വറ്റിച്ചതല്ലാതെ തലക്കറി വേണമെങ്കിൽ കുറച്ച് വെള്ള രൂപത്തിലെടുത്താൽ മതി. രണ്ടും ഒരേ സ്റ്റൈലിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് ഗ്രേവി ആയിട്ട് അങ്ങ് എടുത്താൽ മതി. അതായത് കുറച്ച് തിക്ക് വേണം കേട്ടോ, വെള്ളം പോലെ ആവരുത്, എങ്കിലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും മസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.